നമുക്കൊരു മുരിങ്ങപ്പൂവ് ഒന്ന് തോരൻ വെച്ച് നോക്കിയാലോ? ചേച്ചി വെച്ച് എനിക്ക് വീഡിയോ എടുത്ത് ഇട്ട് തന്നത്. എനിക്കിത് വെക്കാൻ അറിയത്തുമില്ലായിരുന്നു, ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര രുചിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ മുരിങ്ങയ്ക്കയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അതിൻ്റെ പൂവ് ഒന്ന് തോരൻ വെച്ചിടണേന്ന്. അപ്പം എന്താ പറയുന്നത്, നമ്മൾ ഇലയ്ക്കൊന്നും ജീരകം അരയ്ക്കത്തില്ലല്ലോ, ഇതിന് അരച്ചിട്ടില്ല. കുഞ്ഞുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെ നന്നായിട്ട് ഇതിനകത്തിട്ട് ചേച്ചി ഞെവിടി എടുക്കുക ചെയ്തേക്കുന്നത്. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ചതച്ചില്ല, മടിച്ചിയായതാന്ന് തോന്നുന്നു കേട്ടോ. അമ്മ ഉണ്ടായിരുന്നു, അമ്മ ഇങ്ങായിരുന്നു. അമ്മയാണെങ്കിൽ ചതച്ചൊക്കെ വൃത്തിയായിട്ടിട്ട് എടുത്തേനെ. അപ്പൊ അതെല്ലാം കൂടി ഈ പൂവിനകത്തോട്ട് ഇളക്കി കൂട്ടിയിടുന്നുണ്ട്. കുഞ്ഞുള്ളി എന്ന് ഞാൻ പറഞ്ഞത് JP പറഞ്ഞു കുഞ്ഞുള്ളി എന്ന് പറയരുത്, കൊച്ചുള്ളി എന്ന് പറയണമെന്നേ. ഓരോ സ്ഥലത്ത് ഓരോ പേരായത് കൊണ്ടാണ് ഞാനങ്ങ് പെട്ടെന്ന് വായി വന്ന് പോകുന്നതാ. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോഴേ അങ്ങ് പെട്ടെന്ന് അങ്ങ് തെറ്റിപ്പോകും കേട്ടോ. തിരുത്തി പറയുമ്പോഴത്തേന് വീഡിയോ അങ്ങ് പോകും. അതുകൊണ്ടാണ് കേട്ടോ, കേൾക്കുന്ന നിങ്ങളൊന്ന് തിരുത്തിയേക്ക്. അപ്പൊ ഈ ചതച്ച ഈ തേങ്ങ എല്ലാം കൂടി ഇതിനകത്തോട്ട് ഈ പൂവിനകത്തോട്ടിട്ട് ഭയങ്കരമായിട്ട് ഞെവിടേണ്ട, ഒന്ന് ഇളക്കി കൂട്ടി കൊടുത്തിട്ട് കടു വറുത്ത് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചേ നമുക്ക് കടു വറക്കാം. കടു വറുത്തിട്ട് വറ്റൽമുളകും എല്ലാം കൂടി ഇടണം. ഈ എന്താ പറയുന്നത്, ഈ മുരിങ്ങപ്പൂവ് ഇതിനൊക്കെ ഇത്രയും പ്രിയം ഉണ്ടോയെന്ന് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇനിയുള്ള എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്ന വീട്ടിലില്ല, ഞാൻ എൻ്റെ ജനിച്ചു വളർന്ന വീട്ടിൽ ഇടമണ്ണുണ്ട്, അവിടുന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. പക്ഷെ ഞാനിതൊക്കെ വെച്ച് നോക്കിയപ്പോഴും കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇനി ഇഷ്ടംപോലെ വീട്ടിലുള്ളത് കൊണ്ടായിരിക്കും ഇതിനൊരു പ്രിയം ഇല്ലാത്തത്. അപ്പോൾ കടു വറുത്തിട്ട് ഈ നമ്മൾ ഈ തേങ്ങയും ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇതിനകത്തിട്ടുണ്ടായിരുന്നു, അതും ഈ പൂവും കൂടി ഇട്ട് ഈ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൂട്ടി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണേ. ചേച്ചിയാണ് ഇന്ന് ഇളക്കുന്നത് കേട്ടോ. അതിൻ്റെ പോരായ്മയൊക്കെയായി കാണുന്നത്. അമ്പാടിക്കൂട്ടിന് ഞാനും കൂടെ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാലോ ചേച്ചിക്ക് അത്ര പരിചയമില്ല, എങ്കിലും വേണ്ടിയില്ല, എടുത്തോണ്ട് തന്നല്ലോ. പക്ഷെ ഇത് ഞെവിടി കൂട്ടിയൊക്കെ വെച്ചിട്ടേ കഴിച്ച് ചേച്ചി കൊണ്ടുവന്ന് തന്നെനിക്ക് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ മുരിങ്ങ കമ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെ കൊണ്ടുതരും, എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഞാൻ എത്തിച്ച് തരുന്നതായിരുന്നേനെ കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേരെ.